ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചു കഴിഞ്ഞു. രാഹുലിന്റെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത്. രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ബലാത്സംഗം നടന്നു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നും പോലീസിന്റെ റിപ്പോർട്ട്. വഞ്ചൂർ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് ശാലിനി ശരിയാണ്. ശാലിനി, കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത്. ഒപ്പം അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. കോടതി നടപടികളുടെ മറ്റ് വിശദാംശങ്ങൾ. KP അല്പസമയം മുമ്പാണ് വാദം ആരംഭിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം തുടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടച്ചിട്ട മുറിയിൽ ക്യാമറ, റെക്കോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വാദം തുടരുകയാണ്. പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിക്ക് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. ക്യാമറ ഉപയോഗിച്ച് വീഡിയോ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യുന്നുണ്ട് കോടതി നടപടികൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോലീസ് ഒരു റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ നൽകി. അത് പ്രോസിക്യൂട്ടറാണ് കോടതിയിൽ അത് നൽകുകയും ചെയ്തത്. ആ കോടതിയിൽ നൽകിയിട്ടുള്ള പോലീസ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, സ്ഥിരീകരണങ്ങൾ, നിഗമനങ്ങളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായുള്ളത്. ഒന്ന്, വിവിധ ഇടങ്ങളിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി, ഒപ്പം തന്നെ ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രം നിർബന്ധിച്ച് നടപ്പിലാക്കി എന്നതടക്കമുള്ള ഗുരുതര കണ്ടെത്തലുകളാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, പാലക്കാട് അടക്കം വിവിധ ഇടങ്ങളിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഗർഭിണിയാക്കാൻ ശ്രമിച്ചു എന്നും ഒപ്പം തന്നെ ഗർഭചിത്രം നടത്തിയെന്നും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതടക്കം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോടതിയിൽ വാദം തുടരുകയാണ്. അല്പസമയത്തിനകം വാദം പൂർത്തിയാക്കി കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി പ്രസ്താവം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ അല്പസമയത്തിനകം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഒരു കാത്തിരിപ്പ്. അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുസമൂഹം സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള കാടത്തമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടത്തിയത്. ഓരോ ചെയ്തികളും ഓരോ പ്രവൃത്തിയും അത്രത്തോളം ക്രൂരവുമാണ്. പോലീസിന്റെ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ, ഗുരുതരമായ തെളിവുകൾ തന്നെയാണ് അക്കമിട്ട് നിരത്തുന്നത്, അല്ലേ? തീർച്ചയായും KP അങ്ങനെ തന്നെയാണ്. കാരണം അക്കമിട്ട് നിരത്തുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു സുഹൃത്തിനെ ഉപയോഗിച്ച് ഗർഭചിത്രം നടത്താനുള്ള ഗുളിക അത് കൊണ്ടുവന്ന് കൈമനത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നൽകി എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും ഒപ്പം തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലും എത്തിച്ച് പീഡനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന വിവരങ്ങൾ, അതിൻ്റെ മെഡിക്കൽ രേഖകളടക്കം, ഡോക്ടറുടെ മൊഴികളടക്കമുള്ള രേഖകളാണ് പോലീസ് റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങളടക്കം അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന്മേലടക്കം വാദം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണെന്നും രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള കേസാണ് എന്ന രീതിയിൽ വാദം രാഹുൽ നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന് 7 ദിവസമായി രാഹുൽ ഒളിവിലാണ്. ജാമ്യം ലഭിക്കുമോ, ജാമ്യം തള്ളുമോ, രാഹുൽ മറനീക്കി പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്.